ഹലോ എവരിവൺ, NSMCയിൽ ക്ലാസ് 9-ൽ സെൽസ് എന്ന് പറയുന്ന ഭാഗം, ബയോളജിയിലുള്ള സെൽസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ NSMCക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഓരോ ടോപ്പിക്കൊന്നും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് ടോപ്പിക്സ് ആയിരിക്കും. ആ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടെത്താനും അത് ചെയ്യാനും, ഇപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വർക്ക് ബുക്കിലൊക്കെ ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് പരമാവധി ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തവർ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസിനൊക്കെ പരമാവധി എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവയെ നമ്മൾ ഈ സെൽസ് എന്നുള്ള ഭാഗത്തേക്ക് പോവാണ്. ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഓൾറെഡി സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. അത് വീണ്ടും ഫുള്ളി ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, മൊത്തത്തിലൊന്ന് ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തമായി ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക, എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൻസർ അത് തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യമായി പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് സെൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കവറി ഓഫ് സെൽസിൽ കുറച്ച് പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ റോബർട്ട് ഹൂക്ക്, നമുക്കറിയാം അല്ലെ, സെൽസ് ഇൻവെന്റ് ചെയ്തത്, സെൽസ് ഡിസ്കവർ ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. 1666 സംഭവിച്ചിട്ടുള്ളത്. കോക്കിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കോക്ക് സെൽസ് ഒബ്സർവ് ചെയ്തപ്പോഴാണെന്ന് വെച്ചാൽ അത് ഡെഡ് സെൽസ് ആയിരുന്നു. സോ അദ്ദേഹം അതിനെ സ്മോൾ റൂംസ് അല്ലെങ്കിൽ ലിറ്റിൽ റൂംസ്, ലിറ്റിൽ ചേംബേഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് സെൽസ് എന്ന് പേര് വിളിച്ചത്. അപ്പം ആ ബുക്കിന്റെ പേര്, അദ്ദേഹം അന്ന് പബ്ലിഷ് ചെയ്ത ബുക്കിന്റെ പേര് മൈക്രോഗ്രാഫിയ എന്നുള്ളതായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് ആന്റണി വാൻ ലിവൻഹോക്ക് ആണ്. ഹീസ് ദ വൺ ഹൂ ഒബ്സർവ് ലിവിങ് സെൽസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, റോബർട്ട് ഹൂക്ക് സെൽസ് കണ്ടെത്തി. ലിവിങ് സെൽസിനെ ആദ്യമായിട്ട് കണ്ടത് ആന്റണി വാൻ ലിവൻഹോക്ക് ആണ്. റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയത് ഡെഡ് സെൽസിനെ ആയിരുന്നു. ആന്റണി വാൻ ലിവൻഹോക്ക് ഡിസ്കവർ ചെയ്തത് ലിവിങ് സെൽസിനെ ആയിരുന്നു. ആൻഡ് ഹി കോൾഡ് ഇറ്റ് ആനിമൽക്യൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്, അത് വിളിച്ചത്. അതേപോലെ തന്നെ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് അറിയപ്പെടുന്നത് ആന്റണി വാൻ ലിവൻഹോക്ക് ആണ്. പിന്നെ ഉള്ളത് മത്തിയാസ് ലീഡൻ, അതേപോലെ തന്നെ തിയഡോർ ഷ്വാൻ അല്ലെ. തിയഡോർ ഷ്വാനും മത്തിയാസ് ലീഡനും ഇവർ രണ്ടുപേരും കൂടിയാണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. സ്ലീഡൻ ആണ് ആദ്യമായി ഓൾ പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഷ്വാനാണ് ആദ്യമായി ഓൾ ആനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. ഇത് രണ്ടും കൂട്ടിച്ചേർത്തിട്ടാണ് ആ ഒരു സെൽ തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സെൽ തിയറി പിന്നീട് പിന്നെ അതിനെ മോഡിഫൈ ചെയ്തത് റുഡോൾഫ് വിർഷോ ആണ്. ഓംനിസ് സെല്ലുലെ ഈ സെല്ലുലെ ഓൾ സെൽ അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നുള്ള ആ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയത് റുഡോൾഫ് വിർഷോ ആണ്. അപ്പോൾ ഈ പേരുകൾ സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്, മോഡിഫൈഡ് സെൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. അത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് നോക്കണം. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഹു പ്രപ്പോസ് ദ സെൽ തിയറി? സെൽ തിയറി ആരാ പ്രപ്പോസ് ചെയ്തത്? സ്ലീഡൻ ആൻഡ് ഷ്വാൻ, വാട്സൺ ആൻഡ് ക്രിക്ക്, ഡാർവിൻ വാലസ്, മെൻഡൽ ആൻഡ് മോർഗൻ. നമുക്ക് ഒബ്വിയസ്ലി അറിയാം സ്ലീഡൻ ആൻഡ് ഷ്വാൻ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത്. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത് അല്ലെ. ഓക്കെ, പിന്നീടുള്ളത് മൈക്രോസ്കോപ്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ലെ, സിംഗിൾ ലെൻസ് ആയിരിക്കും ഉപയോഗിക്കുക. ഏകദേശം 10 ടൈംസ് ആയിരിക്കും അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ലെൻസ്, അപ്പോൾ ഏകദേശം 1000 ടൈംസ് മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം മോർ ദാൻ 1 മില്യൺ ടൈംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടിക് സെൽസ് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. പ്രോ മീൻസ് പ്രിമിറ്റീവ്, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ഉള്ളതിനെയാണ് നമ്മൾ പ്രോകാരിയോട്ട് എന്ന് പറയുക. എന്ന് വെച്ചാൽ വളരെ ഇൽ ഡെവലപ്ഡ് ആയിരിക്കും, തീരെ ഡെവലപ്ഡ് ആയിരിക്കില്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, അതേപോലെ തന്നെ മൈക്കോപ്ലാസ്മ ഒക്കെ പോലെയുള്ളത്. യു കാരിയോട്ട് എന്ന് പറഞ്ഞാൽ യു മീൻസ് ട്രൂ, കാരിയോൺ മീൻസ് ന്യൂക്ലിയസ്. ട്രൂ ന്യൂക്ലിയസ് ഉള്ളത് എന്ന് വെച്ചാൽ വളരെ വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഉള്ളതും സെൽ ഓർഗനൽസ്, മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒക്കെ ഉള്ള സെൽസ് ആണ് യു കാരിയോട്ടിക്. ഈ പറഞ്ഞ പ്രോകാരിയോട്സിന്റെ എക്സാമ്പിളായി പറഞ്ഞതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ഓർഗാനിസംസും യൂകാരിയോട്ടിക് സെൽസ് ഉള്ള ഓർഗാനിസംസ് ആണ്. പിന്നെ ഉള്ളത് പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ് ആണ്. പ്ലാന്റ്സിൽ പ്രധാനമായിട്ടും നമുക്കറിയാലേ അതിന്റെ വ്യത്യാസങ്ങളൊക്കെ, സെൽ വാൾ ഉണ്ട്, അതേപോലെ തന്നെ പ്ലാസ്റ്റിഡ്സ്, കളേർഡ് ബോഡീസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ്, അതിനെ ക്ലോറോപ്ലാസ്റ്റ് പോലുള്ളതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആനിമൽ സെൽസിൽ സെൽ വാൾ ഇല്ല, എന്നാൽ അതേ സമയത്ത് പിന്നെ ഈ സെൻട്രോമിയറും അതേപോലെ തന്നെ ലൈസോസോമും പോലെയുള്ള സെൻട്രോസോമും ലൈസോസോമും പോലെയുള്ള ഓർഗനൽസും ആനിമൽ സെൽസിലുണ്ട്, പ്ലാന്റ് സെൽസിൽ ഇല്ല. ഇനിയുള്ളത് സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിൽ സെൽ വാൾസ് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലാന്റ്സിൽ നമുക്ക് സെൽ വാള് സെല്ലുലോസ് കൊണ്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ ബാക്കിയുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രോകാരിയോട്സിൽ അത് പെപ്റ്റിഡോഗ്ലൈക്കാൻ ആണ്. ബാക്ടീരിയയിലൊക്കെ പെപ്റ്റിഡോഗ്ലൈക്കാൻ കൊണ്ടാണ് സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡയറ്റംസിൽ, ഡയനോഫ്ലജെല്ലേറ്റ്സിൽ സിലിക്ക, സെല്ലുലോസ് ഒക്കെ ഉണ്ട്. അത് പിന്നെയും നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ബാക്കി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫംജൈ, കൈറ്റിൻ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയാസ്, പെപ്റ്റിഡോഗ്ലൈക്കാൻ, ഫംജൈ, കൈറ്റിൻ, ഈ
പേരെങ്കിലും എന്തെങ്കിലും ഓർത്ത് നോക്കണം. ബാക്കിയുള്ളത് കൂടി ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ഇനി സെൽ മെംബ്രെയിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തിൻ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ലെയർ ആണ് ഇൻസൈഡ് ദ സെൽ വാൾ. സെൽ വാൾ ഉണ്ടെങ്കിൽ സെൽ വാളിന്റെ ഇൻസൈഡ് ആയിട്ട്, സെൽ വാൾ ഇല്ലെങ്കിൽ ഔട്ടർ മെംബ്രെയിൻ ആയിട്ട് സെൽ മെംബ്രെയിൻ തന്നെയാണ് കാണാൻ പറ്റുക. ഒരു ഗേറ്റ് കീപ്പർ ഓഫ് ദ സെല്ലാണ്. എക്സ്ട്രീംലി തിന്നാണ്, അബൌട്ട് 7 to 10 നാനോമീറ്റർ തിക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, മേഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. ഓക്കെ, അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറയും. ഓക്കെ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ പറയുന്നത് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ, 2 ലെയർ ആയിട്ട് ലിപ്പിഡിന്റെ ഒരു ലെയർ ആണ്, ഫോസ്ഫോലിപ്പിഡിന്റെ ലെയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ഹാസ് ഹൈഡ്രോഫിലിക് ഹെഡ് ആൻഡ് ഹൈഡ്രോഫോബിക് ടെയിൽ അല്ലെ. ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ മീൻസ് വാട്ടർ ലവിങ് അല്ലെ, ഫിലിക് എന്ന് പറഞ്ഞാൽ ലവിങ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ മീൻസ് വാട്ടർ, ഫോബിക് മീൻസ് ഹെയ്റ്റിംഗ്, വാട്ടർ ഹെയ്റ്റിംഗ് ആയിട്ടുള്ള ടെയിലും ആയിരിക്കും ഉണ്ടാവുക. അത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഉള്ളത് പ്രോട്ടീൻസ് ആണ്, എംബഡഡ് ആയിട്ട് പ്രോട്ടീൻസ് കാണാൻ സാധിക്കും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് ആർ സീൻ അറ്റാച്ച്ഡ് ടു ദീസ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് forming glycoproteins and glycolipids. Okay, along with this cholesterol molecules are present in the animal cells which maintain the membrane fluidity and stability. ഇതാണ് അതിൻ്റെ ഒരു ഇന്റഗ്രൽ പ്രോട്ടീൻസ് ഉണ്ട്, കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്, അങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒക്കെ അടങ്ങുന്ന അതാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏരിയയിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇപ്പൊ സെൽ മെംബ്രെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് സെൽ മെംബ്രെയിൻ അല്ലെ. സെൽ മെംബ്രെയിൻ എന്താണ്? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എല്ലാം അകത്തേക്ക് കടത്തുന്നത്, ഇംപെർമിയബിൾ എന്ന് പറഞ്ഞാൽ ഒന്നും അകത്തേക്ക് കടത്താത്തത്. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചിലത് മാത്രം അകത്തേക്ക് കടത്തുകയും ചിലത് കടത്താതിരിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ സെൽ മെംബ്രെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, ആ മൂവ്മെന്റിനെ കുറിച്ച് പറയാം. അതായത് എല്ലാം നമ്മുടെ സെൽ മെംബ്രെയിൻ ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട്, സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയതുകൊണ്ട് തന്നെ എല്ലാം കടത്തിവിടൂല. ഒരു ഗേറ്റ് കീപ്പർ, എല്ലാവരെയും അകത്തേക്ക് കടത്തിവിടുന്ന ഒരു ഗേറ്റ് കീപ്പറിനെ നമ്മൾ എന്താ വിളിക്കുക? പെർമിയബിൾ എന്നാണ് വിളിക്കുക. ആരെയും കടത്തിവിടാതെ എല്ലാവരെയും തടഞ്ഞു വെക്കുന്നവരെ ഇംപെർമിയബിൾ എന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ സെല്ലിന്റെ മെംബ്രെയിൻ എങ്ങനെയുള്ളതാണ്? സെമി പെർമിയബിൾ ആണ്. കുറച്ച് ആൾക്കാരെ, ആവശ്യമുള്ള ആൾ കടത്തിവിടും, അല്ലാത്തവരെ തടഞ്ഞു വെക്കും. ഓക്കെ, അത് എങ്ങനെയാണ് ആ മൂവ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്താണ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ചില പാർട്ടിക്കിൾസ് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയ സ്ഥലത്ത് നിന്ന് ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് വിത്തൗട്ട് നീഡ് ഓഫ് മെംബ്രെയിൻ പ്രോട്ടീൻ. ഓക്കെ, മെംബ്രെയിൻ പ്രോട്ടീൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനർജിയോ ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മൗണ്ടൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ മൗണ്ടൻ്റെ ഹൈ പോയിന്റിൽ നിന്നും ലോ പോയിന്റിലേക്ക് ഒരു സാധനം മൂവ് ചെയ്യണമെങ്കിൽ, ഒരു കല്ല് നമ്മൾ ഉരുട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ മേലെന്ന് താഴേക്ക് ഇടാൻ നമുക്ക് എനർജി ഒന്നും ആവശ്യമില്ല അല്ലേ, അത് നോർമലി അങ്ങ് സംഭവിച്ചോളും. അപ്പം മേലെന്ന് താഴേക്ക്, ഹൈ ടു ലോ എന്ന് പറയുന്നത് നോർമലി സംഭവിക്കുന്ന ഒരു ഫ്ലോ ആണ് അല്ലെ. അപ്പൊ അതേപോലെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക്, അതായത് 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയിലുള്ളത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനും ആണ്. അപ്പൊ സൊല്യൂഷൻ എ, സൊല്യൂഷൻ ബി. അപ്പൊ ഇവിടെ ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസ് എയിൽ കുറേ ഉണ്ട്, ബിയിൽ കുറച്ചേ ഉള്ളൂ. ഓക്കെ, അപ്പം എയിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലേ. അപ്പൊ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് നാച്ചുറലി തന്നെ പോകും. അതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഉള്ളത് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഡിഫ്യൂഷൻ തന്നെയാണ്, വാട്ടറിന്റെ മാത്രം ഡിഫ്യൂഷനെ കുറിച്ച് പറയുന്നത് ഇതാണ് ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ വാട്ടറിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരിക. അപ്പോൾ മൂവ്മെന്റ് ഓഫ് വാട്ടർ അതാണ് ഏറ്റവും പ്രധാനം. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, എല്ലാ ഓസ്മോസിസും ഡിഫ്യൂഷൻ ആണ്, പക്ഷെ എല്ലാ ഡിഫ്യൂഷനും ഓസ്മോസിസ് അല്ല. കാരണം ഡിഫ്യൂഷനിൽ എന്തുണ്ട്, പല ഗ്യാസസിന്റെയും മറ്റ് പല ഫ്ലൂയിഡ്സിന്റെ ഒക്കെ മൂവ്മെന്റ് ഡിഫ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷെ ഓസ്മോസിസിൽ ആകെ വാട്ടറിനത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. മൂവ്മെന്റ് ഓഫ് വാട്ടർ ത്രൂ എ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഫ്രം ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ വാട്ടർ ഉള്ളത്, വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടിയത്, ടു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അപ്പം വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കുറവുള്ളിടത്തേക്ക്, നേരത്തെ പറഞ്ഞ ഹൈ ടു ലോ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതിനെയാണ് ആ വാട്ടറിന്റെ മൂവ്മെന്റ് പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെയാണ്, പക്ഷെ വാട്ടറിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഉപ്പ് വെള്ളം എടുക്കുന്നു. ഓക്കെ, രണ്ട് ചേമ്പേഴ്സ് ഉണ്ട്, ഒന്ന് എ, 2 ബി. ഓക്കെ, ഇതില് 2ലും വാട്ടർ ഉണ്ട്. ഓക്കെ, ഇതിൽ 2ലും എന്തുണ്ട്, വാട്ടർ ഉണ്ട്. ഓക്കെ, ആ 2ലും ഒരേ ലെവൽ ഓഫ് വാട്ടർ ഉണ്ട്. നമ്മൾ എയിൽ ഒരു 10 ടീസ്പൂൺ ഉപ്പിടുകയാണ്. എയിൽ 10 ടീസ്പൂൺ ഉപ്പിടുകയാണ്, ബിയിൽ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിടുകയാണ്. മനസ്സിലായോ? അപ്പം ഈ
ഒരു സൊല്യൂഷനായി അല്ലേ, ഉപ്പ് വെള്ളം എന്ന് പറയുന്ന ഒരു സൊല്യൂഷനായി. ആ സൊല്യൂഷനിൽ നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്, എന്നാലും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയട്ടോ. ആ സൊല്യൂഷനിൽ സോൾവെന്റ് എന്താണ്? സോൾവെന്റ് വാട്ടറാണ്. സൊല്യൂട്ട് എന്താണ്? സൊല്യൂട്ട് ഉപ്പാണ് അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, ഫസ്റ്റ് എയിൽ ഉപ്പ് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെ കമ്പയർ ടു ബി അല്ലെ. ബിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ, എയിൽ 10 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഓഫ് വാട്ടർ ഈസ് ലോ അല്ലെ. അപ്പോൾ സോൾട്ട് കൂടുതൽ, വാട്ടർ കുറവ് അല്ലെ, കമ്പയർ ചെയ്തിട്ടാണ് ബിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ കുറവ്, സോ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പം നമ്മൾ ഇനി പഠിച്ച ഓസ്മോസിന്റെ നിയമം അന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എന്താ? വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എവിടെയാണ്? ബിയിൽ അല്ലെ, കാരണം അവിടെ ഉപ്പ് കുറവാണ്. വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവാണ് ഇവിടെ എ, കാരണം അവിടെ ഉപ്പ് കൂടുതലാണ്. അപ്പോൾ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്ത് നിന്ന് വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് എന്ത് ചെയ്യും? വാട്ടർ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഓസ്മോസിസ്. എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എയിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. അതാണ് ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്, എന്നാലും ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ബാലൻസ് റീച്ച് ചെയ്യുന്നത് പോലെ അത് കണ്ടിന്യൂ ചെയ്യും. എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഹാപ്പൻസ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പോ എന്ന് വെച്ചാൽ എന്താ? ഹൈപ്പോ മീൻസ് കുറവ് അല്ലെ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, ഹൈപ്പോ മീൻസ് കുറവ്. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അവിടെ സൊല്യൂട്ട് കുറവായിരിക്കും, എന്ന് വെച്ചാൽ വാട്ടർ കൂടുതലായിരിക്കും. അപ്പോൾ വാട്ടർ കൂടുതലുള്ള ഒരു സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെല്ലിട്ടാൽ സെല്ലിനകത്ത് വാട്ടർ കുറവും പുറത്ത് കൂടുതലും, അതാണ് പിന്നെ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വാട്ടർ എന്ത് ചെയ്യും? സെല്ലിനകത്തേക്ക് പോകും. ഇനി എക്സോസ്മോസിസ് ഹാപ്പൻസ് ഇൻ ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻ. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. എന്ത് കൂടുതൽ? വാട്ടർ കൂടുതൽ എന്നല്ല, സൊല്യൂട്ട് കൂടുതൽ. അപ്പൊ സൊല്യൂട്ട് കൂടുതലുള്ള ഒരു സൊല്യൂഷനിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, സെല്ലിനകത്തായിരിക്കും വാട്ടറിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പം സെല്ലിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് വരുന്നതിനാണ് എക്സോസ്മോസിസ്. എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അല്ലെ, എക്സോ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. അപ്പം എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലേക്ക് ഓസ്മോസിസ് നടക്കുക, എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഓസ്മോസിസ് നടക്കുക. ഓക്കെ, അപ്പം ഈ കാരണം കൊണ്ടാണ് ഈ വാട്ടർ ഒക്കെ പുറത്തേക്ക് വന്നിട്ടാണ് ഇൻ പ്ലാസ്മോളിസിസ് ഒക്കേഴ്സ്. ഓക്കെ, പ്ലാസ്മോളിസിസ് ആ ബ്രേക്കിംഗ് ഡൗൺ ഒക്കെ നടക്കുന്നത്, ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ആ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ നടക്കുന്നത്, പ്ലാസ്മോളിസിസ് നടക്കുന്നത് ഈ പറഞ്ഞ എക്സോസ്മോസിസ് ആണ്. സെല്ലിൽ നിന്നുള്ള വാട്ടർ പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് തള്ളി കൊടുക്കുക അല്ലെ, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡിഫ്യൂഷൻ തന്നെയാണ്. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? പിന്നെ ഫ്രം ഹൈ ടു ലോ എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള മൂവ്മെന്റ് ആണുള്ളത്, പാസീവ് ആൻഡ് ആക്റ്റീവ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതല്ല, പാസീവ് ആണ്, നമുക്ക് എനർജി ആവശ്യമില്ലാത്തത്. അതായത് ഒരു മൗണ്ടന്റെ മേലെ നിന്ന് താഴേക്ക് ഒരു കല്ല് ഉരുട്ടിവിടാൻ നമുക്ക് എനർജി ആവശ്യമില്ല, അതാണ് പാസീവ് ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഇതെല്ലാം എന്താണ്? പാസീവ് ട്രാൻസ്പോർട്ടുകളാണ്. എന്ന് വെച്ചാൽ അതിന് എനർജി ഒന്നും ആവശ്യമില്ല. നമ്മൾ കല്ലുരുട്ടി വിടാൻ നമുക്ക് എന്താ എനർജി വേണോ? ഇല്ല, അതങ്ങ് പോയിക്കോളും അല്ലെ. അതേപോലെ തന്നെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഒരു വ്യത്യാസമുള്ളൂ, അതിലൊരു ഫെസിലിറ്റേഷൻ ഉണ്ട്, ഒരു ചെറുതായിട്ടൊരു ഹെൽപ്പ് കൊടുക്കും, അല്ലാതെ എനർജി ഒന്നും ഉപയോഗിക്കുക. ആരാണ് ഹെൽപ്പ് ചെയ്യുക? ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസ്. എന്ന് വെച്ചാൽ നമ്മളൊരു കല്ല് പിന്നെ ഉരുട്ടി വിടുമ്പോൾ ആ കല്ലിന് ഇങ്ങനെ പോകാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു എന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. അതേപോലെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ. ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് കൊടുക്കുന്ന, എന്നാൽ ഫ്രം ഹൈ ടു ലോ തന്നെ, എനർജി ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ. എന്നാൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നേരെ തിരിച്ചാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ പാസീവ് ട്രാൻസ്പോർട്ടാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഒരു കല്ല് മുകളിലേക്ക് പോകണം, അപ്പൊ നമ്മൾ ഉരുട്ടിക്കൊണ്ട് കയറ്റണം അല്ലെ, അപ്പൊ അതിന് എനർജി ആവശ്യമാണ് അല്ലെ. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ. എന്താ സംഭവം? ഫ്രം ലോ ടു ഹൈ അല്ലെ, താഴ്ന്ന് മേലേക്ക്. വാട്ടറിന്റെ മൂവ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോളിക്യൂളിന്റെ മൂവ്മെന്റ് കുറവുള്ള സ്ഥലത്ത് നിന്ന് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിനെ നന്നായി എനർജിയൊക്കെ ഉപയോഗിച്ച് തള്ളി കൊണ്ടുകൊണ്ടിരും അല്ലെ. അതാണ് ഈ പറഞ്ഞ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആൻഡ് ദിസ് യൂസ് എനർജി അല്ലെ, ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉപയോഗിക്കും. അങ്ങനെ എനർജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഈ പറഞ്ഞ പ്രോട്ടീൻസ് ഒക്കെ ഉപയോഗിച്ച്, പ്രോട്ടീൻ പമ്പ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്, എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുക. വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്, എങ്കിലും ചുരുക്കി പറഞ്ഞത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം നമ്മൾ പറഞ്ഞു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ് അല്ലെ. സൈറ്റ് എന്നുള്ള ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സെൽ, പ്ലാസം ഈസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ്, സെൽ ഫ്ലൂയിഡ് അല്ലെ. സൈറ്റോപ്ലാസം പേര് തന്നെ ഉണ്ട്.
ഇനി അത് ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ആണ്, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിലാണ് സെൽ ഓർഗനൽസ് ഒക്കെ കാണാൻ പറ്റുക. ഇനി പ്രോട്ടോപ്ലാസം അല്ലെ, പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് അടങ്ങുന്ന എല്ലാ ലിവിങ് കോമ്പണൻസും അടങ്ങുന്നതാണ് പ്രോട്ടോപ്ലാസം. സൈറ്റോപ്ലാസം പ്രോട്ടോപ്ലാസം തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് അടക്കം ഇൻക്ലൂഡഡ് ആണ്, സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഇൻക്ലൂഡഡ് അല്ല. യെസ്, പ്ലാന്റ് സെൽ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, പ്ലാന്റ് സെൽ അല്ല, പ്ലാന്റ് സെൽ വാൾ അല്ലെ, പ്ലാന്റ് സെൽ വാൾ ഈസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ്, ഒബ്വിയസ്ലി നമുക്കറിയാം, ഇറ്റ് ഈസ് സെല്ലുലോസ്. ഓപ്ഷൻ എ. The major difference between human intestine and cells in leaves of mango tree. നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള സെല്ലും അതേപോലെ തന്നെ ലീവ്സ് ഓഫ് മാംഗോ ട്രീ, മാംഗോ ട്രീയുടെ ലീവ്സും തമ്മിലുള്ള ആ സെൽസ് തമ്മിലുള്ള വ്യത്യാസം, പ്രധാന വ്യത്യാസം എന്താണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ കാണുമ്പോൾ എന്താ, ഞാൻ ഇൻഡസ്റ്റൈനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലല്ലോ, മാംഗോ ട്രീനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മൾ ജസ്റ്റ് ആലോചിക്കേണ്ടത് ഹ്യൂമൻ ഇൻഡസ്റ്റൈൻ സെൽസ് എന്ന് പറയുന്നത് ആനിമൽ സെല്ലാണ്, സെൽസ് ഇൻ ലീവ്സ് ഓഫ് മാംഗോ ട്രീ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലാണ്. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഈസ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ സെൽ ആൻഡ് പ്ലാന്റ് സെൽ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. മൈറ്റോകോൺട്രിയ ആണോ? അല്ല. ആബ്സെൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണോ? രണ്ടിലും ഉണ്ട്. സെൽ വാൾ പ്രസൻസ്, യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. സെൽ വാളിന്റെ പ്രസൻസ് അത് മാംഗോ ട്രീ ലീഫിലുള്ള സെൽസിൽ സെൽ വാൾസ് ഉണ്ടാവും, ഇൻഡസ്റ്റൈനിൽ ഉണ്ടാവില്ല. കാരണം പ്ലാന്റ് സെൽസിൽ ഉണ്ടാവും, ആനിമൽ സെൽസിൽ ഉണ്ടാവില്ല. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇഫ് ആൻ ആനിമൽ സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ടു എ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സെൽസ്. അതായത് നമ്മൾ അപ്പം തന്നെ ഒരു നമ്മൾ എടുക്കുക, ഒരു സൊല്യൂഷൻ എടുക്കുന്നു, ഒരു സെല്ല് അതിലിടുന്നു. ഓക്കെ, സെല്ലിടുന്നു. ഇനി നിങ്ങൾ നോക്കണേ, ഹൂസ് കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ് സബ്സ്റ്റൻസസ്, ആ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? സൊല്യൂട്ട് അല്ലെ, ഡിസോൾവ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് എന്താണ്? ഈ സൊല്യൂഷനിൽ കൂടുതലാണ്, ഹയർ ദാൻ ദാറ്റ് ഓഫ് ഇൻസൈഡ് സെൽ. എന്താ വെച്ചാൽ ഇൻസൈഡ് ഓഫ് ദ സെല്ലിൽ സൊല്യൂട്ട് കുറവാണ് എന്ന് വെച്ചാൽ, സൊല്യൂട്ട് കൂടുതലാണെന്ന് പറഞ്ഞാൽ വാട്ടർ കുറവാണ് അല്ലെ. അപ്പൊ സെല്ലിനകത്തോ വാട്ടർ കൂടുതലാണ്, ഇത്രേ ഉള്ളൂ അല്ലെ. അപ്പൊ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ ചോദിക്കുന്നത് സ്വെല്ല് ചെയ്യോ ഷ്രിങ്ക് ചെയ്യോ എന്നതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിനി ഓസ്മോസിന്റെ നിയമം എടുത്ത് നോക്കുക. വാട്ടർ ഫ്രം ഹൈ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, വാട്ടർ ഹൈ കോൺസെൻട്രേഷൻ എവിടെയാ? സെല്ലിനകത്താണ് അല്ലെ. സെല്ലിനകത്ത് ഹൈ കോൺസെൻട്രേഷൻ, പുറത്ത് ലോ കോൺസെൻട്രേഷൻ. അപ്പം വാട്ടർ വിൽ മൂവ് ഫ്രം ഹൈ ടു ലോ, ദാറ്റ് ഈസ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് വാട്ടർ മൂവ് ചെയ്യും. എന്ന് വെച്ചാൽ സെല്ലിന്റെ അകത്തുള്ള വാട്ടർ പുറത്തേക്ക് പോയാൽ സെൽ വിൽ ഷ്രിങ്ക്. മനസ്സിലായോ? സെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്തു പോകും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് സിമ്പിൾ ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ട്രാൻസ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ സാച്ചുറേഷൻ, ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ മൂവ്മെന്റ്, പ്രസൻസ് ഓഫ് അപ്ഹിൽ മൂവ്മെന്റ്, പ്രസൻസ് ഓഫ് ഡൗൺ ഹിൽ മൂവ്മെന്റ്. ഏതായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്ഹിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മേലോട്ടേക്ക് അല്ലെ, ലോ ടു ഹൈ, അതാണ് അപ്ഹിൽ മൂവ്മെന്റ്. പിന്നെ പ്രസൻസ് ഓഫ് ഡൗൺ ഹിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടു ലോ. അപ്പം ഏതിലാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ ഡിഫറൻസ് എന്താണ്? അപ്ഹിൽ മൂവ്മെന്റ് ആണ് അവിടെ ഉള്ളത് അല്ലെ. ഫ്രം ലോ ടു ഹൈ മൂവ്മെന്റ് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ. ആണ് അവിടെ എനർജി ആവശ്യമാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. പിന്നുള്ളത് സെൽ ഓർഗനൽസ് അല്ലെ. ന്യൂക്ലിയസ് കൺട്രോൾ സെന്റർ ആണ്. അതേപോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? പിന്നെ ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്. അതേപോലെ തന്നെ ന്യൂക്ലിയോലസ് അല്ലെ. സെല്ലിനകത്തുള്ള സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ് ന്യൂക്ലിയസ്. അതിനകത്തുള്ള സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ് എന്ത്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ER അല്ലെ. എൻഡോ മീൻസ് ഇൻസൈഡ്, പ്ലാസ്മിക് ഫ്ലൂയിഡ് അല്ലെ, സെൽ ഫ്ലൂയിഡിന് അകത്തുള്ള. റെറ്റിക്കുലം മീൻസ് നെറ്റ്വർക്ക്. അപ്പൊ സെല്ലിനകത്ത് സൈറ്റോപ്ലാസത്തിനകത്തുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആ പേരിൽ തന്നെ ഉണ്ട്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, RER and SER. RER എന്ന് പറഞ്ഞാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, SER എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്? അതിന്റെ സർഫസ് റഫ് ആണ്. എങ്ങനെയാണ് റഫ് ആയത്? ആ സർഫസിൽ മുഴുവൻ റൈബോസോംസ് ഇങ്ങനെ കുത്തുകുത്തായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞു. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ? അതിന്റെ സർഫസ് വളരെ സ്മൂത്ത് ആണ്, അതിൽ റൈബോസോംസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം അതിൽ തന്നെ അതിന്റെ ഫംഗ്ഷനും ഉണ്ട്. റൈബോസോംസ് ഇങ്ങനെ പിന്നെ ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ റൈബോസോംസിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ ഇതിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് സെക്രീഷൻ നടക്കും. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല, കാരണം റൈബോസോം ഇല്ല. ലിപ്പിഡ് ആൻഡ് സ്റ്റിറോയിഡ് ഹോർമോൺ സിന്തസിസ് ആണ് നടക്കുക. ഓക്കെ, പിന്നെ റൈബോസോംസ് നമുക്കറിയാം പ്രോട്ടീൻ സിന്തസിസ് ആണ്. അതേപോലെ തന്നെ ഗോൾജി അപ്പാരറ്റസ്, കുറേ പിന്നെ ചാക്ക് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചതാണ് പിന്നെ ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനാണ്?
പാക്കേജിങ് ആൻഡ് ഡെലിവറി നമ്മൾ പറയും അല്ലേ. മോഡിഫൈഡ്സ് പ്രോട്ടീൻസ് അതേപോലെ തന്നെ മറ്റ് പല മോളിക്യൂൾസിനെയും അതിനെ ഗ്ലൈക്കോസിലേഷൻ ഒക്കെ ചെയ്യും അല്ലെ, അതിനെ വെസിക്കിൾസിലാക്കുക അല്ലെ. മോഡിഫൈഡ്സ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ഇൻ RER ത്രൂ ദ പ്രോസസ് ഓഫ് ഗ്ലൈക്കോസിലേഷൻ. അതൊക്കെ ഈ പറഞ്ഞ ഗോൾജി അപ്പാരറ്റസിന്റെ പണിയാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. വാക്യൂൾ അതിന്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ് അല്ലെ. അതിന്റെ സിംഗിൾ മെമ്പറൈൻ ഉണ്ട് വാക്യൂളിൻ്റെത്, ടോണോപ്ലാസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ പേര് അല്ലെ. ഫിൽഡ് വിത്ത് വാട്ടറി ഫ്ലൂയിഡ് കോൾഡ് സെൽ സാപ്പ് എന്ന് പറയുന്ന ആ വാട്ടറി ഫ്ലൂയിഡ് ഈ വാക്യൂളിനകത്ത് കാണുന്ന ആ ഫ്ലൂയിഡാണ്. പിന്നെ പ്ലാസ്റ്റിഡ്സ് അല്ലെ, പ്ലാസ്റ്റിഡ്സ് സ്മോൾ കളേർഡ് ബോഡീസ് പ്രസന്റ് ഓൺലി ഇൻ പ്ലാന്റ് സെൽസ്, ആനിമൽ സെൽസിലില്ല. അതിന്റെ പല കളറിലുള്ളതുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ ആണ്, ക്രോമോപ്ലാസ്റ്റ് ഓറഞ്ചും യെലോയും ഒക്കെ അടങ്ങുന്നതാണ്. ഈ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് ആണ്. സെൻട്രിയോൾസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സിലിണ്ടറിക്കൽ ഓർഗനൽസ് ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം നിയർ ടു ദ ന്യൂക്ലിയസ് അല്ലെ. അത് ആനിമൽ സെൽസിലേ കാണുള്ളൂ, പ്ലാന്റ് സെൽസിൽ കാണില്ല. ഇനി ലൈസോസം എന്ന് പറഞ്ഞാൽ സൂയിസൈഡൽ ബാഗ് ഓഫ് ദ സെൽ. അതിനകത്ത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ലൈറ്റിക് എൻസൈംസ് ആയിരിക്കും സെല്ലിനെ അല്ലെങ്കിൽ സെല്ലിന്റെ ഏതെങ്കിലും പാർട്ടിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ലൈസോസോംസ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് അഡീഷണൽ പ്രോകാരിയോട്ടിക് സെൽ സ്ട്രക്ചേഴ്സ്. പ്രോകാരിയോട്സിലുള്ള അഡീഷണൽ സ്ട്രക്ചേഴ്സ് ആണ് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. അഡീഷണൽ ലെയർ ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസ് അറൌണ്ട് ദ സെൽ വാൾ. സെൽ വാളിനും അഡീഷണൽ ആയിട്ട് കാണുന്ന ഈ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്ലൈം ലെയർ, അത് തിക്ക് ആൻഡ് റിജിഡ് ഗ്ലൈക്കോകാലിക്സ് ആണെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് പറയും, ലൂസ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണെങ്കിൽ സ്ലൈം ലെയർ എന്ന് പറയും അല്ലേ. അപ്പോൾ അത് പലതരത്തിലുള്ള അതിന്റെ വിറുലൻസ് കൂട്ടുക, പാത്തോജനിസിറ്റി എന്നുവെച്ചാൽ രോഗം ഉണ്ടാക്കാനുള്ള കഴിവ് കൂട്ടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇനി മിസോസോം എന്ന് പറയുന്നത് ഇൻഫോൾഡിംഗ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ ടു ഫോം വെസിക്കിൾസ്, ട്യൂബ്സ് ഓർ ലാമല ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് സെൽ മെംബ്രെയിന് ഇൻഫോൾഡ് ചെയ്യുക, ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻഫോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മിസോസോം എന്ന് പറയാം. ഓക്കെ, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്രോമസോമൽ DNA, ഒരു സർക്കുലർ ആയിട്ടുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഫ്ലജല്ല എന്ന് പറയുന്നത് നമുക്കറിയാലോ അല്ലേ, ബാക്ടീരിയാസിനൊക്കെ ഇങ്ങനെ ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഫ്ലജല്ല, അത് ലോക്കോമോഷനെ സഹായിക്കുന്നതാണ്. ഫിംബ്രിയ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസന്റ് മോസ്റ്റ്ലി ഇൻ ദ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ ഉള്ളതാണ്. ഒരു തൗസൻഡ്സ് ഓഫ് ഫിംബ്രിയ ഉണ്ടാവും. പൈലേ എന്ന് പറഞ്ഞാൽ ഒരു 1 to 10 ഒക്കെ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി എന്താണ് കോൺജുഗേഷൻ, അതിൻ്റെ ഒരു പ്രിമിറ്റീവ് മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷനിലൊക്കെ നടക്കുന്ന, ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് കൺസേൺഡ് വിത്ത് എന്താണ്, റഫ് എന്ന് പറയുമ്പോൾ തന്നെ റൈബോസോം അല്ലെ, റൈബോസോം ഉള്ളതാണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റൈബോസോം ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തസിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മോസ്റ്റ് അബണ്ടന്റ് കോമ്പൗണ്ട് ഇൻ സൈറ്റോപ്ലാസം ഈസ്, സൈറ്റോപ്ലാസത്തിലെ ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി വാട്ടർ ആയിരിക്കും അല്ലെ. വാട്ടർ ആണ് ഏറ്റവും കൂടുതൽ സൈറ്റോപ്ലാസത്തിൽ കാണാൻ പറ്റുക. ഗ്ലൈക്കോസിലേഷൻ, സെൽ പ്ലേറ്റ് ഫോർമേഷൻ, ജനറൽ സെക്രീഷൻസ് ആർ മേജർ ഫങ്ഷൻസ് ഓഫ് ഗ്ലൈക്കോസിലേഷൻ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഗോൾജി കോംപ്ലക്സ്. സെൽ പ്ലേറ്റ് എങ്ങനെ ഫോം ചെയ്യാം? ഗോൾജി കോംപ്ലക്സ് ഇങ്ങനെയുള്ള വെസിക്കിൾസ് പിന്നെ എന്ത് ചെയ്യും, സെല്ലിന്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് സെൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് the function of Golgi complex. Okay, ഇനി അടുത്തത്, which of the following help in cell wall formation? It is again cell wall formationും സഹായിക്കുന്നത് Golgi complex ആണ്. അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിയാത്ത പോയിന്റ്സ് ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടാവും, അഡീഷണൽ ആയിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാവും, അത് നോട്ട് ചെയ്ത് തന്നെ പോകട്ടോ. യെസ്, വൺ കീ ഫംഗ്ഷൻ ഓഫ് ന്യൂക്ലിയർ പോർ ഈസ് ടു, ന്യൂക്ലിയർ മെമ്പറൈൻ എന്ന് പറഞ്ഞാൽ പോറസ് ആണ് നമുക്കറിയാം അല്ലെ. ആ പോസ് എന്തിനു വേണ്ടിയിട്ടാണ്? അലോ സെൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ, aid in production of new nuclei, allow molecules such as protein to move in and out of the nucleus. Yes, that is the correct answer. ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും പ്രോട്ടീൻസിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ന്യൂക്ലിയർ പോസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പം വെറൈറ്റീസ് ഓഫ് സെൽസ് നമുക്കറിയാം, നെർവ് സെൽസ്, RBCs, പലതരത്തിലുള്ള ഇതുണ്ട്. അതിന്റെ സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഷേപ്പിലും ഒക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന കാര്യങ്ങളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെർവ് സെൽ ദാറ്റ് റിലേറ്റ്സ് ഡയറക്ട്ലി ടു ഇറ്റ്സ് ഫംഗ്ഷൻ. നെർവ് സെല്ലിന്റെ ഫംഗ്ഷനുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള കാര്യം എന്താണ്? ലോങ് എക്സ്റ്റൻഷൻ, ഫ്ലാറ്റ് ഷേപ്പ്, അബിലിറ്റി ടു ചേഞ്ച് ഷേപ്പ്, അബിലിറ്റി ടു എൻഗൾഫ് ബാക്ടീരിയ. ഇതൊന്നും അല്ല നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അല്ലേ. ഏതാണ്? ഫ്ലാറ്റ് ഷേപ്പും അല്ല, ലോങ് എക്സ്റ്റൻഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആ ലോങ് ആയിട്ടുള്ള ആക്സണൽ എക്സ്റ്റൻഷൻ ആണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റുക. എന്തിനു വേണ്ടിയിട്ടാണ് നെർവ് സെൽസ്? മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ലോങ് എക്സ്റ്റൻഷൻസ് ആണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത്. മൈലിനേറ്റഡ് ആയിട്ടുള്ളതും നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ. പിന്നെ ക്രോമസോം, അതിന്റെ സ്ട്രക്ചർ അല്ലെ, P ആം, Q ആം അല്ലെ, എന്ന് വെച്ചാൽ ഷോർട്ട് ആം ആണ് P ആം,
ലോങ് ആം ആണ് ക്യൂ ആം അല്ലെ. അതിന്റെ സെൻട്രോമിയർ ഉണ്ടാവും സെൻട്രൽ. അപ്പോൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ജോയിൻ ചെയ്യും. അതിനാണ് ചോദ്യം. ദ പോയിന്റ്സ് വേ ടു സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് എ ക്രോമസോംസ് ആർ ഹെൽഡ് ടുഗദർ, സെൻട്രോമിയർ, ഓപ്ഷൻ ബി. ഓക്കെ, ഇനി ക്രോമസോം ടൈപ്സ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സെൽസിൽ, ഇപ്പോൾ ഹ്യൂമൻസിന്റെ സെൽസിൽ ടോട്ടൽ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ളത്. ദാറ്റ് ഈസ് 23 പെയർ അല്ലെ. 23 പെയർ ആണുള്ളത്. അതിൽ 22 പെയറും എന്താണ്, ഓട്ടോസോംസ് ആണ് അല്ലെ. നമ്മുടെ ബാക്കി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പിന്നെ പെയർസ് ആണ്. എന്ന് വെച്ചാൽ 44 എണ്ണം. ബാക്കി 1 പെയർ, ദാറ്റ് ഈസ് 2 ക്രോമസോംസ്, ഇറ്റ് ഈസ് സെക്സ് ക്രോമസോംസ്. അത് ഏതായിരിക്കാം? XX ആയിരിക്കാം. XX ആണെങ്കിൽ അത് ഫീമെയിൽ ആയിരിക്കും, XY ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും. അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഇനി അതേപോലെ തന്നെ പൊസിഷൻ വെച്ചിട്ട് ക്രോമസോം ടൈപ്പ് നമ്മൾ പറയും മെറ്റാസെൻട്രിക്. മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് സെൻട്രോമിയർ അറ്റ് ദ മിഡിൽ പൊസിഷൻ. സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, സ്ലൈറ്റ്ലി അവേ ഫ്രം ദ മിഡിൽ ആയിരിക്കും. ടിലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ അറ്റ് ദ വെരി ടിപ്പ് ഓഫ് ദ ടെർമിനൽ എൻഡ് ഓഫ് ദ ക്രോമസോം. ഓക്കെ, പിന്നെ ആക്രോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ ടു ദ വൺ എൻഡ് ഓഫ് ദ ക്രോമസോം. ഒരു എൻഡിന്റെ അടുത്തായിരിക്കും, പക്ഷെ അപ്പുറത്തും കുറച്ചുണ്ടാവും. ഓക്കെ, അസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ ഇല്ലാത്ത ക്രോമസോംസ് ആയിരിക്കും. ക്രോമസോം വിത്ത് സെൻട്രോമിയർ സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ് ഫോമിംഗ് വൺ എക്സ്റ്റെൻസീവ്ലി ഷോർട്ട് ആൻഡ് വെരി ലോങ് ആം ഈസ്. അതായത് സെൻട്രോമിയർ വെരി ക്ലോസ് ടു ഇറ്റ് എൻഡ് ആണ്, പക്ഷെ 2 ആംസും ഉണ്ടാവും അല്ലെ. എക്സ്ട്രീംലി ഷോർട്ട് ആയിരിക്കും, കണ്ടില്ലേ. എക്സ്ട്രീംലി ഷോർട്ട് ആയിട്ടുള്ള ഇതുള്ളതിന് നമ്മൾ എന്ത് പറയും? ആക്രോ സെൻട്രിക് എന്ന് പറയും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ. ആ ഒരു പിന്നെ പല ടൈപ്സ് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സെൽ ഡിവിഷൻ ആണ്. സെൽ ഡിവിഷൻ ഞാൻ കൂടുതൽ അത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. എങ്കിലും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് 2 തരത്തിലാണ് സെൽ ഡിവൈഡ് ചെയ്യുക. ഒന്നുമില്ല, സിമ്പിളായിട്ട് ആലോചിക്കേണ്ടത് 46 നമ്പർ ഓഫ് ക്രോമസോം ഉള്ളതിനെ 46 നമ്പർ ഓഫ് ക്രോമസോം ഉള്ള ഡോട്ടർ സെൽസ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈറ്റോസിസ് അല്ലെ. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള ക്രോമസോമിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത രൂപത്തിൽ. എന്നാൽ 46 നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 23 നമ്പർ ഓഫ് ക്രോമസോം ഉള്ള 2 സെല്ലാവുന്നതാണ് മിയോസിസ്. അത് തന്നെ എന്ത് ചെയ്യും, പിന്നെയും ഡിവൈഡ് ചെയ്ത് 23 തന്നെ ഉള്ള 2 വീതം ആയി ടോട്ടൽ 4 23 ഉള്ള സെല്ലുകളാവും. ഇതാണ് മിയോസിസ്. ഒന്നുമില്ല, ഇവിടെ ക്രോമസോം നമ്പർ ഹാഫ് ആകുന്നു അവിടെ, അതാണ് മിയോസിസ്. ഇവിടെ ക്രോമസോം നമ്പർ സെയിം ആണ്, ദാറ്റ് ഈസ് മൈറ്റോസിസ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന്റെ പല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, പക്ഷെ ഇതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബോഡിയുടെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന സെൽ ഡിവിഷൻസ് ആണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേജസ് ആണ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടെലോഫേസ്. പ്രൊഫേസ് എന്ന് പറഞ്ഞാൽ ക്രോമസോംസ് കണ്ടൻസ് ആൻഡ് ബിക്കം വിസിബിൾ, സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. മെറ്റാഫേസ് എന്ന് പറഞ്ഞാൽ ക്രോമസോം ലൈനപ്പ് അറ്റ് ദ സെന്റർ ഓഫ് ദ സെൽ. അനാഫേസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ക്രോമാറ്റിഡ് സെപ്പറേറ്റ് ആൻഡ് മൂവ് ടു ദ ഓപ്പോസിറ്റ് പോൾ. മൂവ് ചെയ്ത് തുടങ്ങുന്നത് അനാഫേസിലാണ്. ടെലോഫേസ് എന്ന് പറഞ്ഞാൽ അവിടെ 2 ന്യൂക്ലിയൈ ഒക്കെ ഫോം ചെയ്യും. ന്യൂക്ലിയസ് ഒക്കെ ഫോം ചെയ്താൽ പിന്നെ അത് സെല്ല് ഡിവൈഡ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അതായത് പ്രൊഫേസ്. മെറ്റാഫേസ് സെൻട്രൽ കൊണ്ടുവന്നു. അനാഫേസ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്ക് പോയി, അത് സെപ്പറേറ്റ് ആയിട്ട്. ടെലോഫേസ് എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയസ് അവിടെ ഇങ്ങനെ ഫോം ചെയ്തു. ഇനി പിന്നെ അത് ഇങ്ങനെ കട്ട് ചെയ്ത് 2 സെല്ലാവാൻ മാത്രമേ ഉള്ളൂ. അതാണ് മൈറ്റോസിസ്. ഓക്കെ, മിയോസിസ് എന്ന് പറഞ്ഞാൽ പകുതി നമ്പർ ഓഫ് ക്രോമസോം. എന്തിനാ ഈ പകുതി നമ്പർ ഓഫ് ക്രോമസോം ആകുന്നത്? ഗ്യാമേറ്റ് ഫോം ചെയ്യാനാണ് അല്ലേ. ഗ്യാമേറ്റ് ഫോം ചെയ്യുക, ഗ്യാമേറ്റിൽ പകുതി നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്യാമേറ്റ് ഫോർമേഷൻ ആണ് മിയോസിസ് നടക്കുന്നത്. ആ മിയോസിസ് 2 ഫേസ് ആയിട്ടാണ് നടക്കുക. മിയോസിസ് ഫേസ് 1 ആൻഡ് മിയോസിസ് ഫേസ് 2. ഫേസ് 1 പകുതിയാവുക. മിയോസിസ് ഫേസ് 2 മൈറ്റോസിസ് ഒക്കെ പോലെ തന്നെ ആ പകുതിയായ ക്രോമസോം പിന്നെയും അതേ നമ്പർ ഓഫ് ക്രോമസോം ഉള്ള പിന്നെ അടുത്ത സെൽസിന് ഉണ്ടാക്കുകയാണ് ചെയ്യാം. അപ്പം മിയോസിസ് 1 പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടെലോഫേസ് 1. ഇനി മിയോസിസ് 2 ആണെങ്കിൽ പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടെലോഫേസ് 2. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഓരോ പിന്നെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുക, പിന്നെ പ്രൊഫേസ്, അനാഫേസ്, മെറ്റാഫേസ്. അനാഫേസിലേക്ക് വരുമ്പം കണ്ടില്ല, അതിന്റെ പകുതി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകും. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, 2 സെൽസായി മാറുന്നു. പിന്നെ അത് മൈറ്റോസിസിലേക്ക് പോലെ തന്നെ 4 സെൽസായിട്ട് മാറുന്നു. ഇതാണ് നമ്മൾ മൈറ്റോസിസ് ആൻഡ് മിയോസിൽ ഉള്ള വ്യത്യാസമായിട്ട് വരുന്നത്. വളരെ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള നിലക്കാണ് ഞാനിത് പറയുന്നത്. പഠിക്കാത്തവർ എന്ത് ചെയ്യുക, അതിൻ്റെ ക്ലാസ്സസോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസോ മനസ്സിലാക്കുക. കാരണം വളരെ ചുരുങ്ങിയ സമയത്ത് ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക,
മൈറ്റോസിസ് ആൻഡ് മിയോസിസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സമ്മപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പേർപ്പസ് അല്ലെ, ഗ്രോത്ത് ആൻഡ് റിപ്പയർ ആണ് മൈറ്റോസിസ്, ഗാമേറ്റ് ഫോർമേഷൻ ആണ് മിയോസിസ്. നമ്പർ ഓഫ് ഡിവിഷൻസ് മൈറ്റോസിൽ ഒറ്റ ഡിവിഷനെ നടക്കുന്നുള്ളൂ, മിയോസിസിലാണെങ്കിൽ 2 ഡിവിഷൻസ് നടക്കുന്നുണ്ട്. ഡോട്ടർ സെൽസ് ഇവിടെ 2 സെൽസ്. ഡോട്ടർ സെൽസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 സെൽസ് ആണ് ഫോം ചെയ്യുന്നത്, ഇവിടെ 4 സെൽസ് ടോട്ടൽ ഫോം ചെയ്യുന്നുണ്ട്. ക്രോമസോം നമ്പർ സ്റ്റേ ദ സെയിം. മിയോസിസിലാണെങ്കിൽ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് ആവും അല്ലെ. ഇനി ജനറ്റിക് മേക്കപ്പ് ആണെങ്കിൽ മൈറ്റോസിസിൽ ഡോട്ടർ സെൽസ് ആർ ഐഡന്റിക്കൽ ടു ദ പാരന്റ്സ് ആൻഡ് മിയോസിസിലാണെങ്കിൽ ഡോട്ടർ സെൽസ് ആർ ജനറ്റിക്കലി യുണീക്ക്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ക്യാൻസർ ആണ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ സെൽ ഡിവിഷനും കൺട്രോൾഡ് ആയിരിക്കും. ആ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ ദാറ്റ് ഈസ് ക്യാൻസർ അല്ലെ. പിന്നെ കുറേ സെൽസ് കൂടി മുഴുവൻ ഉണ്ടാവും അല്ലെ, അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ളൊരു ചോദ്യം കൂടി ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ക്യാൻസർ? ഓക്കെ, എ ജനറ്റിക് ഡിസോർഡർ വിത്ത് നോ ഇമ്പാക്ട് ടു ദ സെൽ ഡിവിഷൻ അല്ല, സെൽ ഡിവിഷനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ റെഗുലേറ്റഡ് സെൽ ഡിവിഷൻ, റെഗുലേറ്റഡ് അല്ല. A disease caused by unregulated cell division, yes, leading to tumor formation. That is the correct answer. Option C, a condition where cells stop dividing alla, division uncontrolled ആവുന്നതാണ് ക്യാൻസർ. ഇനി which of these is incorrectly matched? അമീബ സ്യൂഡോപോഡിയ നമുക്കറിയാം അല്ലെ, അമീബെ സ്യൂഡോപോഡിയ ഉണ്ട്, അതാണ് അതിന്റെ പിന്നെ ലോക്കോമോഷനും അതേപോലെ തന്നെ ഫുഡ് കണ്ടെത്താനൊക്കെ അത് ഉപയോഗിക്കുന്നത്. പ്ലാന്റ് സെൽസിൽ പ്ലാസ്റ്റിഡ് ഉണ്ട്, ആനിമൽ സെല്ലിൽ സെൽ വാൾ ഇല്ല, ക്രോമസോംസിൽ അതിന്റെ പാർട്ടാണ് ജീൻസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ അപ്പോൾ സെൽസുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കുറേ ഏരിയാസ് ആണ്. അത് നമ്മൾ ജസ്റ്റ് ഓടിച്ചു പോയിട്ടേ ഉള്ളൂ അല്ലെ. ഒന്നും കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമല്ല നമുക്ക് ഈ ക്ലാസ്സുകൾക്കുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സോ NSMC അത് ആ രൂപത്തിൽ കുറച്ചും കൂടി ഹയർ ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. നന്നായി പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ നന്നായി അതിന് പ്രിപ്പയർ ചെയ്യുക. ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതായി QR കോഡോ അല്ലെങ്കിൽ nsmc.exambylearning.com എന്നുള്ള നമ്മുടെ സൈറ്റിലോ പോയി എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഒക്ടോബർ 10 വരെയാണ് അതിൻ്റെ ഡേറ്റ് ഉള്ളത്. പക്ഷേ അവസാന ദിവസത്തേക്ക് മാറ്റി വെക്കരുത്, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തെല്ലാം റെഡിയാക്കി വെക്കുക. നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നന്നായി പഠിക്കുക. നമ്മുടെ ഭാവിയിൽ ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുക. മറ്റെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യം പോയിട്ട് എക്സാമിൽ എഴുതി അത് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലേ. ഇതിലാവുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുന്നു. അതൊക്കെ നമുക്ക് വലിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.